അമ്മയിൽ രമേശ് പിഷാരടി കൺവീനറായ അഡ്ഹോക് കമ്മിറ്റിയിലെ കൂടുതൽ അംഗങ്ങളുടെ വിവരങ്ങൾ പുറത്തുവന്നു. മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, കലാഭവൻ ഷാജോൺ, സാദിഖ്, റോണി, കൃഷ്ണപ്രഭ, ദേവിചന്ദ്ര എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. അജ്ഞ വിശദാംശം. കഴിഞ്ഞ ദിവസമാണ് ആശാ അരവിന്ദ് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഹരികൃഷ്ണൻ, നേരത്തെ ഈ രമേശ് പിഷാരടി കൺവീനറായിട്ടുള്ള അഡ്ഹോക് കമ്മിറ്റിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കെ ബി ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാദിഖ്, റോണി, ഷാജോൺ, കൃഷ്ണപ്രഭ, ദേവിചന്ദ്ര തുടങ്ങിയവരാണ് നേരത്തെ ആശാ അരവിന്ദ് രാജിവെച്ചിരുന്നു. തുടങ്ങിയവരാണ് അഡ്ഹോക് കമ്മിറ്റിയിൽ നിലവിലുള്ളത്. അതേസമയം തന്നെ അമ്മയുടെ സംഘടനയിൽ ഉണ്ടായിട്ടുള്ള ഈ പൊട്ടിത്തെറിയിൽ വലിയ പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നടൻ ദേവൻ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതേയുള്ളൂ. ഇത് അമ്മയിലെ സംഘടനകളുടെ ആളുകൾ തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് പോയത്. അമ്മയിൽ തന്നെ സംഘടനയെ തന്നെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളായിരുന്നു, അതുണ്ടായില്ല. അത് അൻസിബിയുടെ പ്രശ്നം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ആണ് ഇത്തരമൊരു പ്രതികരണം വന്നിരിക്കുന്നത്. സംവിധായകൻ കമലും ഈ വിഷയത്തിൽ ഒരു വലിയ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിനിമാ മേഖല എപ്പോഴും ഒരു സെക്യുലർ മോഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് തകരുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് അൻസിബയ്ക്കെതിരെ ഉന്നയിക്കപ്പെട്ടത്. അത് മതപരിവർത്തനം നടത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് എത്ര വലിയ ആരോപണങ്ങളാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരം സംഘപരിവാർ കടന്നുകൂടലുകൾ സംഘടനയിൽ ഉണ്ടാകുന്നുണ്ടോ, അതല്ലെങ്കിൽ അത്തരം നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ അത്തരം ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അൻസിബയെ കേൾക്കേണ്ട സാഹചര്യമുണ്ട്. അത് ഉണ്ടായില്ല, സമയത്തിനുണ്ടായില്ല എന്ന് നടൻ ദേവനും അതുപോലെ പ്രതികരിച്ചു കഴിഞ്ഞതാണ്. അതായത് അൻസിബയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഘടനയ്ക്കകത്ത് പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു, അതുണ്ടായില്ല. അതുമാത്രമല്ല, സ്ത്രീകളെ ഈ ഭരണം ചുമതല ഏൽപ്പിച്ചതല്ല പ്രശ്നം, പക്ഷേ ആളുകൾ തമ്മിലുള്ള സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിൽ ഈഗോ ക്ലാഷ്, അല്ലെങ്കിൽ മറ്റംഗങ്ങൾ തമ്മിൽ ഈഗോ ക്ലാഷ്, അത് സംഘടനയ്ക്കകത്ത് തീർക്കാതെ പുറത്തേക്ക് വന്നതാണ് ഇപ്പോൾ സംഘടനയ്ക്ക് നാണക്കേടാകുന്ന തരത്തിലേക്കും സംഘടനയിലെ അംഗങ്ങൾ കൂട്ടരാജിയിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇതിൽ അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏറ്റിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ അഡ്ഹോക് കമ്മിറ്റി തുടരും. നേരത്തെയുള്ള അംഗങ്ങളിൽ ഡോക്ടർ റോണി മാത്രമാണ് ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ തുടരുന്നത്. മറ്റുള്ള അംഗങ്ങളൊക്കെ രാജിവെച്ചൊഴിഞ്ഞിരുന്നു. റോണി തുടരുന്ന ഒരു സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.